പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതം ഒരിക്കൽ കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. കണ്ണു തുറന്ന് സ്വരം ആസ്വദിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഉള്ള അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ആ ദൈവത്തോട് നന്ദി പറയാം. പ്രകൃതിയുടെ സ്വരങ്ങളെല്ലാം കേട്ടുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമുക്കും ദൈവത്തെ ആരാധിക്കാം. പ്രകൃതി ആരാധിക്കുന്ന ഒരു സമയം, പ്രഭാതം, പ്രകാശം പരക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളായി മാറണം. പ്രകാശമാകുന്ന ദൈവത്തെ സ്വന്തമായ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, പ്രകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആയിത്തീരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ എല്ലാ കൃപകളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് പ്രത്യേകമായി മാധ്യസ്ഥ അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിക്കാം. ദൈവകൃപയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഏറ്റവും ധന്യമായി മാറ്റുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പലപ്പോഴും ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ഓരോ ഡോക്ടേഴ്സിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന, നമ്മളെ കാണുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഡോക്ടേഴ്സിനെ ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം അവരിലേക്ക് ഒത്തിരിയേറെ കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു വ്യക്തികളായിട്ട് മാറുവാനായിട്ട്, മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന, യേശുവിനെ പോലെ തന്നെ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ഓരോ വ്യക്തികളായി മാറുവാനായിട്ട് ഓരോ ഡോക്ടേഴ്സിനെയും, നമ്മൾ അറിയുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പായി നമുക്കാവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഭിഷേകമുള്ളവരായിത്തീരുന്നു, കൃപയുള്ളവരായിത്തീരുന്നു, ഉണർവും ഉന്മേഷമുള്ളവരായിത്തീരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ വഴി നടത്തുന്നതും നയിക്കുന്നതും. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ നയിക്കുവാനായിട്ട് അവിടുന്ന് കൂടെയുണ്ടായിരിക്കും. ആ ത്രിത്വം തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ വചനം നമ്മളിൽ വളർന്ന് വേരൂന്നി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു സ്വഭാവം, ഒരു വ്യക്തിത്വവും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുകയും ചെയ്യും. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം നമ്മിൽ വേരൂന്നട്ടെ.
അവിടുത്തെ വചനം നമ്മളെ വളർത്തട്ടെ. അവിടുത്തെ വചനം നമുക്കെന്നും അത്താണിയും അഭയമായി മാറട്ടെ. വചനത്തിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈശോ പിതാവായ ദൈവത്തെ കണ്ട് അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. കാരണം യേശുവിൻ്റെ ഹൃദയം അത്രമാത്രം ശുദ്ധമായിരുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മളിലും ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. യേശു പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ അധരം എന്നെ സ്തുതിക്കുന്നു, അധരം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ എന്നോട് പറയുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്നാണ് പറയുക. ദൈവത്തിൻ്റെയും നമ്മുടെയും ഹൃദയങ്ങൾ ഒത്തിരി ദൂരെയാണ്, അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ അടുത്തിരിക്കണമെന്നാണ് പറയുക. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിരിക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ അന്തരാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുക. ദൈവമായിട്ട് അടുത്തിരിക്കുമ്പോഴാണ് ഓരോ വ്യക്തിക്കും ദൈവവിചാരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളോ ദൈവത്തിനെ അധരം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, ജൽപ്പനമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ആ അധരം മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നോട് കൂടെ ആയിരിക്കാനായിട്ടാണ് പറയുക. ദൈവത്തിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ഹൃദയങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഹൃദയങ്ങൾ പങ്കുവയ്ക്കണമെങ്കിൽ ശുദ്ധമായ മനസ്സുണ്ടാവണം, ഹൃദയശുദ്ധി ഉണ്ടാകണം. ഈ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ഹൃദയങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും കുടുംബങ്ങളിലെ അവസ്ഥകളൊക്കെ നമുക്കറിയാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുന്ന വ്യക്തികളാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലെ കോണുകളിലൊക്കെ മറച്ചു വയ്ക്കാറുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോഴും പല കാര്യങ്ങളും മറച്ചു വെച്ച അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകാം. ബൈബിളിൽ നമ്മൾ ഒത്തിരിയേറെ കാണുന്നുണ്ട് മറച്ചു വെച്ച് ജീവിക്കുന്ന അവസ്ഥ. കുടുംബത്തിൽ ഇതുപോലെ തന്നെയാണ്, മറച്ചു വെച്ച് ജീവിക്കുന്ന അവസ്ഥ, ഹൃദയങ്ങൾ പങ്കുവയ്ക്കാത്ത അവസ്ഥ. ഹൃദയശുദ്ധി ഉണ്ടെങ്കിലോ എല്ലാം ഓപ്പണായിരിക്കും, സുതാര്യത ഉണ്ടായിരിക്കും എന്നാണ് പറയുക. അവിടെ എല്ലാം ദൈവത്തിന് കാണാനായിട്ട് സാധിക്കും, ദൈവത്തെ നമ്മെ കാണാനായിട്ട് സാധിക്കും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ദൈവം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വന്ന് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ. നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയുള്ളൂ. എന്നുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. കാരണം അത്രമാത്രം സ്നേഹമുണ്ടെങ്കിലേ നമുക്കും ദൈവത്തിലായിരിക്കാനും ദൈവം നമ്മളിലായിരിക്കാനും ഇടയാകുകയുള്ളൂ എന്നുള്ളതാണ്. ഹൃദയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു സുതാര്യത, ഒരു ആത്മാർത്ഥത, ഒരു വ്യക്തത, ഒരു ശുദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവിടെ എല്ലാം ഓപ്പണായി തീരുകയുള്ളൂ, എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയുള്ളൂ എന്നാണ് പറയുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ശുദ്ധതയാണ്, ഹൃദയശുദ്ധി. അവിടെ ഹൃദയശുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാകണം? പാപമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം. ഹൃദയത്തിലാണ് നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്നത്. നമ്മൾ നിരൂപിച്ചു പ്രവർത്തിക്കുന്നത് വാക്കുകളിലൂടെയൊക്കെ വരുന്നത് അതിന് ശേഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പാപം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിൽ നിന്നാണ് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയൊക്കെ പുറത്താകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും ഉള്ളിലിരിക്കുന്നത് വാക്കുകളിലൂടെയും പ്രവർത്തികളിലും പുറത്താകുന്നുണ്ടെങ്കിൽ അത് വ്യക്തതയുണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ഉള്ളിലായിരിക്കുന്നതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല.
അത് ഉള്ളിലിരുന്ന് അത് ബോംബായി തീരുകയാണ് ചെയ്യുന്നത്. ഞാനെന്ന ഭാവമുള്ളവർ അവർ പലപ്പോഴും കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഒരുക്കിക്കൊണ്ടിരിക്കും. അവരെന്നെപ്പറ്റി ദൈവത്തെപ്പറ്റി ഉള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ച് ആവശ്യാനുസരണം അത് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് വേദനയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാപം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഉള്ളിൽ മറച്ചു വയ്ക്കുകയാണെങ്കിൽ ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പലപ്പോഴും ശുദ്ധമായ മനസ്സ് അവിടെ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ദൈവം ഉള്ളറിഞ്ഞവനാണ് ദൈവം എന്ന് പറയുന്നത്. ഉള്ളു കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൂതൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അവൾ വിചാരിച്ചു ഇതെന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ പറയുന്നത്, നീ പേടിക്കൊന്നും വേണ്ട, മറിച്ച് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുകയാണ്. നിന്നെപ്പറ്റി ദൈവസന്നിധിയിൽ ഒരു വിചാരമുണ്ട്. നീ മാത്രമല്ല ദൈവത്തെപ്പറ്റി വിചാരിക്കുന്നത്, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു വിചാരമുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയവളാണ്. കാരണം നിൻ്റെ മനസ്സ് ശുദ്ധമാണ്. നീ പോയി ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നീ ശുദ്ധമായ മനസ്സിന് ഉടമയാണെങ്കിൽ ഒരു സുതാര്യതയുണ്ട്. ഗ്ലാസ് എന്ന പോലെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശുദ്ധമായ മനസ്സാണ്. പരിശുദ്ധ അമ്മയുടെ ശുദ്ധമായ മനസ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സുതാര്യതയോട് കാണാനായിട്ട് സാധിച്ചതെന്ന് പറയുന്നത്. ഒരു കഥ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരു ധനികൻ, ഒത്തിരിയേറെ സമ്പത്തുള്ള ഒരു വ്യക്തി, തൻ്റെ സ്വത്ത് മുഴുവൻ ഒന്ന് നോക്കി കാണുവാനായിട്ട് അല്ലെങ്കിൽ നോക്കി നടത്തുവാനായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു യുവാവിനെ തേടി നടക്കുകയായിരുന്നു. അങ്ങനെ ആ ധനികൻ ഒരു പ്ലാൻ ചെയ്യുകയാണ്. തൻ്റെ ദേശത്ത് നിന്ന്, തൻ്റെ പട്ടണത്തിൽ നിന്ന് ഒരു യുവാവിനെ കിട്ടണം. അത് ആത്മാർത്ഥതയും വിശ്വസ്തതയുമുള്ള ഒരു ശുദ്ധഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടണം. അതിന് അദ്ദേഹം ചെയ്തത് ഒരു പട്ടണം മുതൽ മറ്റു പട്ടണം വരെ ഈ യുവാക്കന്മാരോടൊന്ന് നടന്നു പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ നടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ രഹസ്യമായ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ മുള്ളും കല്ലും ഉള്ള നിറഞ്ഞ ഒരു വഴികളാണ്. അപ്പോൾ അത് ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ച പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അവൻ എങ്ങനെയുള്ള ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് അറിയാൻ പാടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ യുവാക്കന്മാർ വന്നു. പല യുവാക്കളും അതിലൂടെ കടന്നുപോയി. പക്ഷേ അവരൊന്നും ശ്രദ്ധിച്ചില്ല. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഈ ധനികൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുക എന്ന് മാത്രം. ധനികൻ്റെ മുമ്പിൽ എത്തിച്ചേർന്ന് അവൻ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ നടത്തി അവന് തിരിച്ചു പോരണം, കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളത് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഈ പട്ടണം മുതൽ മറ്റു പട്ടണം വരെ പലരും നടന്നു. അതിൽ ഒരു വ്യക്തി മാത്രം നടന്നു എന്നാണ് പറയുന്നത്. ആ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ചിന്തിച്ചു, ഇതിൽ കല്ലുണ്ട്, മുള്ളുണ്ട്. ഈ കല്ലും മുള്ളും ഒന്ന് മാറ്റിവെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് കരുതി അദ്ദേഹം അതൊക്കെ ശ്രദ്ധിച്ച് ആ കല്ലും മുള്ളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി തീരാനായിട്ട് അവൻ പരിശ്രമിച്ചു. നല്ലൊരു വഴി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് പോയി എന്നാണ് പറയുക. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മരത്തിൻ്റെ താഴെ എന്തോ ഒരു പാത്രം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അവൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതൊരു ബോക്സായിരുന്നു. ആ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, ആരുടെയോ നഷ്ടപ്പെട്ടു പോയ ആ സ്വർണ്ണ നാണയങ്ങളെ അവൻ കയ്യിൽ വെച്ചു. മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു, നീ ഇത് നിൻ്റേതാക്കി മാറ്റിക്കോ, ആരുടെയോ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണത്. സ്വർണ്ണ നാണയങ്ങളാണ്, അത് ഇനി നിൻ്റെ സ്വന്തമായിട്ട് മാറ്റിവെച്ചോ, സാരമില്ല, അത് നിനക്കായിട്ട് മാറ്റി വെച്ചിരിക്കും, ദൈവം നിനക്കായിട്ട് തന്നതാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇത് കൈവശം വെച്ചുകൊണ്ട് ഈ ധനികൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എനിക്ക് വരുന്ന വഴിയിൽ എനിക്ക് ഇത്രമാത്രം സ്വർണ്ണ നാണയം കിട്ടി, ഒരു ബോക്സ് കിട്ടി, അത് ഇതാ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇത് ആരുടെയാണ്, പക്ഷേ അത് ആരുടെയാണെന്നുള്ളത് കണ്ടെത്തി അത് അവന് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ധനികൻ പറയാണ്, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി പരീക്ഷണത്തിനായിട്ട് മാറ്റിവെച്ചതാണ്. നീ ശുദ്ധമായ മനസ്സുള്ള ഹൃദയമുള്ള വ്യക്തി ആയതുകൊണ്ട് നീ അത് വ്യക്തമായിട്ട് തന്നെ എൻ്റെ കൈവശം നിന്ന്, ഇതെൻ്റെ സ്വർണ്ണ നാണയമാണ്, അതുകൊണ്ട് നിന്നെ എൻ്റെ എല്ലാ സർവ്വസമ്പത്തിൻ്റെയും അധികാരിയായി മേൽനോട്ടക്കാരനായിട്ട് നിന്നെ നിയമിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
ശുദ്ധമായ മനസ്സുള്ളവന് മാത്രമേ ഇത്രമാത്രം ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ധനവാനായിട്ടുള്ള ആ വ്യക്തിക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതുപോലെ തൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തിന് നമ്മെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന് നമ്മെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വർണ്ണ നാണയവും ശുദ്ധഹൃദയവുമുള്ള ആ ഒരു കൊച്ചു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശുദ്ധഹൃദയമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ ലോകത്തിലുള്ള ഒത്തിരി സമ്പത്തുണ്ട്, ഒത്തിരി കൃപകളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ ടാലൻസ് ഉണ്ട് ഓരോ വ്യക്തികൾക്കും. പക്ഷേ ഈ ടാലൻസും ഈ കൃപകളും അല്ലെങ്കിൽ സമ്പത്തും എല്ലാം നേടിയെടുക്കണമെങ്കിൽ ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ളൊരു വിചാരം ഉണ്ടാകണം. അതിന് നമ്മുടെ ഹൃദയങ്ങൾ അവിടേക്ക് തുറന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹൃദയശുദ്ധിയുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ആ സുതാര്യത നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതിനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പരിശ്രമിക്കാം, ഹൃദയശുദ്ധിയോടെ ജീവിക്കാനായിട്ട്. അങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ട് ഇന്നേ ദിവസം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരും സകല മാലാകുമാരുമായിരിക്കുന്ന സ്വർഗ്ഗവാസികളോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ ഓരോ വിശുദ്ധരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇടവകയെയും ഇടവക സമൂഹത്തെയും ഞങ്ങളുടെ വികാരിയച്ഛനെയും എല്ലാം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക്, സ്വർഗ്ഗവാസികളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണബോധനായ മധ്യസ്ഥനെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇവരുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെന്നും കാവലായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനോടും ഞങ്ങളുടെ കാവൽ മാലാഖമാരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവേ, ഒരിക്കൽ കൂടി ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാ നിയോഗങ്ങളെയും യേശുവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ വ്യക്തി നിയോഗങ്ങളെ എല്ലാം യേശുവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശുവേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ അയൽവാസി ബന്ധങ്ങളെ, അയൽവാസികളായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ആശുപത്രിയിലും രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഓപ്പറേഷന് വിധേയരാകാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നിൻ്റെ സൗഖ്യദായകമായ കരം നീട്ടി അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സാമ്പത്തികമായ കടബാധ്യത മൂലം വേദന അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാതെ ജീവിതം എങ്ങും എത്താതെ ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലുകൾ വന്നു പോയിട്ടുള്ള ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാതെ പോകുന്ന ഓരോ യുവതി യുവാക്കളെയും ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മയക്കുമരുന്നിലും അടിമപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈ അവസരത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശു, അങ്ങയുടെ സ്നേഹത്താൽ അവരെ ഒന്നിപ്പിക്കണമേ, അവരെ ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയിലേക്ക് അവർ കടന്നു വരുവാനായിട്ട് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഏകമനസ്സോടെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിടുതലിന് വേണ്ടി, വലിയ കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്?
നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 പരിശുദ്ധ പാപ്പായോടും സകല കർദിനാൾമാരോടും സകല മെത്രാന്മാരോടും മെത്രാപൊലിത്തന്മാരോടും സകല പുരോഹിതന്മാരോടും സകല സന്യസ്തരോടും സകല ആത്മായ പ്രേക്ഷിതരോടും ചേർന്ന് ഏക മനസ്സോടെ ദൈവം നൽകിയ വലിയ കൃപ, എനിക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് ആ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുണ്ട്. അവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഏക മനസ്സോടെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാത വരുന്ന ശുശ്രൂഷ ഒരു കൂട്ടായ്മയാണ്. പല സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കൂട്ടായ മനസ്സോടുകൂടിയാണ് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചന കൂടാരങ്ങളിലായിരുന്നു കൊണ്ട്, മരിയ കൂടാരങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വരുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഒരു ദൗത്യം എന്ന പോലെ നമുക്ക് ഏറ്റെടുക്കാം. ഈ പ്രാർത്ഥനകളെല്ലാം സഫലമാകുവാനായിട്ട് ഒരു ജപമാലയെങ്കിലും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം ദൈവകൃപ നിറഞ്ഞ ഒരു ദിനമായി മാറട്ടെ. എല്ലാവർക്കും ദൈവാനുഭവമുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.